ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആംബ്രെയിൻ്റെ ഒരു 20,000 mAh പവർ ബാങ്ക് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. ലിഥിയം പോളിമർ ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ടെക്നിക്കൽ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്, അതെന്താണെന്ന് നോക്കാം. ഇതിൽ പറയുന്നത് ഇൻപുട്ടായിട്ട് മൈക്രോ USB ഉണ്ട്, ടൈപ്പ് സിയും യൂസ് ചെയ്യാം. അപ്പോൾ 2 പിന്ന് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണെങ്കിൽ 5 വോൾട്ട്, പിന്നെ 2.1 ആംബിയർ ആണ് മാക്സിമം. പിന്നെ ചാർജിങ് ടൈം പറയുന്നത് 12 to 13 അവേഴ്സ് ആണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം എങ്ങനെയാണ് ഇതിൻ്റെ ചാർജിങ്ങും കാര്യങ്ങളും എന്ന്. പിന്നെ ഇതിൽ 180 days വാറണ്ടി പറയുന്നുണ്ട്. ഞാനിത് ഓർഡർ ചെയ്തത് ഫ്ലിപ്കാർട്ടിനാണ്. അതായത് ബിഗ് ബില്യൺ ഡേയ്സിന് വാങ്ങിയപ്പോൾ ഒരു 8,999 റുപ്പീസിനാണ് കിട്ടിയത്. ആ പ്രൈസിന് ഇത് വളരെ ലാഭകരമാണ്. ഓക്കെ, നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ല ഒരു പാക്കിംഗ് ഒക്കെയാണ് അവർ നൽകിയിരിക്കുന്നത്. ഇത് ഞാൻ ഓൾറെഡി ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പൗച്ച് വരുന്നുണ്ട്. പിന്നെ ഇത് ചാർജിങ് കേബിള്, ഇത് മൈക്രോ USB ആണ് വരുന്നത്. മൈക്രോ USB കേബിളാണ് വരുന്നത്. ഇതാണ് നമ്മുടെ പവർ ബാങ്ക്. ഇതിൽ നമുക്ക് നോക്കാം. ഇത് 2 കളർ ഇറങ്ങുന്നുണ്ട്, റെഡും ബ്ലാക്കും. ഞാൻ ബ്ലാക്കാണ് ഓർഡർ ചെയ്തത്. ഒരു മാറ്റ് ഫിനിഷിംഗ് ഉള്ള ഒരു ബ്ലാക്ക് കളറിലുള്ളതാണ്. പിന്നെ ഇതിൽ 2 USB പോർട്ട് ഔട്ട്പുട്ടും ഇന്നായിട്ട് നമുക്ക് കാണാം. ഒരു മൈക്രോ USB പോർട്ടും പിന്നെ ഒരു ടൈപ്പ് സി പോർട്ടും കാണാം. അതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് നമുക്ക് മൈക്രോ സി പോർട്ട് വെച്ചിട്ട് വേണമെങ്കിൽ ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പ് സി വെച്ചിട്ടും ചാർജ് ചെയ്യാം. പിന്നെ ബാക്കിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഇതിന്റെ 20,000 mAh കപ്പാസിറ്റി, ഇൻപുട്ട് 5 വോൾട്ട് 2.1 ആംബിയർ, പിന്നെ ഔട്ട്പുട്ട് 5 വോൾട്ടും 2.1 ആംബിയറും. അതായത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഫ്രണ്ടില് ആംബ്രെയിൻ ലോഗോ, ഇവിടെ പവർ ബട്ടൺ. ഇത് കുറച്ച് 20,000 mAh ആയതുകൊണ്ട് കുറച്ച് വെയിറ്റ് ഉണ്ട്, ഇത്തിരി ഹെവി സൈസാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോർട്ടബിൾ ആയിട്ട് വലിയ കുഴപ്പമില്ല, കൊണ്ടു നടക്കാൻ വലിയ വെയിറ്റ് ഇല്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് പവർ ബാങ്ക് മാനുവലാണ്. മാനുവൽ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് അവരുടെ പ്രൊഡക്റ്റുകളാണ്, അതായത് ആംബ്രെയിൻ്റെ കുറച്ച് പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയുന്ന ഒരു കാറ്റലോഗാണ്. അടുത്തത് വരുന്നത് താങ്ക്സ് ഫോർ ചൂസിങ് ആംബ്രെയിൻ അങ്ങനെ പറഞ്ഞിട്ടൊരു ജസ്റ്റ് ഒരു കാർഡ്. ഇതാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ പൗച്ച് ഒന്ന് നോക്കാം. കുഴപ്പമില്ല, നല്ലൊരു പൗച്ചാണ്, നമുക്ക് കൊണ്ട് നടക്കാൻ വളരെ ഈസിയാണ്. അതുപോലെ നമുക്ക് ഒന്ന് ഇട്ട് നോക്കി നോക്കാം. കണ്ടോ, വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പൗച്ചാണ് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. ഇതിൽ പവർ പ്രസ് ചെയ്യുമ്പോൾ 4 ബാറ്ററി ഇൻഡിക്കേഷൻ LED വന്നിട്ടുണ്ട്. അതായത് ബാറ്ററിയുടെ ലെവൽ എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതാണ് മെയിനായിട്ട്. ഇതിൽ വേറെ ഡിസ്പ്ലേ അങ്ങനെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി ഞാൻ പറയാൻ വന്നത് പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ്, പവർ ബാങ്ക് എത്ര ടൈം എടുക്കും ഫുൾ ചാർജ് ആവാൻ, അതുപോലെ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർ തന്നെ ഇതിന്റെ കാറ്റലോഗിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് 5 വോൾട്ടാണ് ഇൻപുട്ട് കൊടുക്കുക. അതായത് നമ്മുടെ ഫോണിലേക്ക് ആണെങ്കിൽ 5 വോൾട്ടാണ് ഇന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ 5 വോൾട്ടും അതിന്റെ ഔട്ട്പുട്ട് കറണ്ട് പറയുന്നത് 0.5 ആംബിയർ ആണെങ്കിൽ, സപ്പോസ് ഒരു 10,000 mAh കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് ആണെങ്കിൽ 10,000 mAh ഡിവൈഡഡ് ബൈ 0.5 ആംബിയർ, അപ്പോൾ എത്ര 20 അവേഴ്സ്. അതായത് ഏകദേശം 20 മണിക്കൂറോളം പിടിക്കും അത് ഫുൾ ചാർജ് ആവാൻ. ഇനി നമ്മുടെ അഡാപ്റ്റർ ഇപ്പോൾ ഒരു 5 വോൾട്ട് 1 ആംബിയറിന്റെ ആണെങ്കിൽ 10,000 mAh ആണെങ്കിൽ 10 അവേഴ്സ് പിടിക്കും. അത് ഇപ്പോൾ 1.5 ആവുമ്പോൾ 10,000 mAh ഡിവൈഡ് ബൈ 1.5 ആംബിയർ, അപ്പോൾ 7
അവേഴ്സ് പിടിക്കും. ഇങ്ങനെയാണ് ഇത്ര തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യണത് എത്ര ടൈം പിടിക്കും ഇത് ഫുൾ ചാർജ് ആവാൻ. എങ്കിലും പ്രാക്ടിക്കൽ കേസ് വരുമ്പോൾ കുറച്ച് ടൈം കൂടുതലെടുക്കും. ഒരു മാക്സിമം ഒരു അരമണിക്കൂർ 1 hour മാക്സിമം കൂടുതലെടുക്കും. അതുപോലെ ഇതിലിപ്പോൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് 20,000 mAh ആണ്. അപ്പോൾ ഈ പവർ ബാങ്ക് നമ്മളിപ്പോൾ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുക ഒരു 5 വോൾട്ടും 2 ആംബിയറിന്റെ അഡാപ്റ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്തായി 20,000 mAh ഡിവൈഡ് ബൈ 2. അപ്പോൾ ഏകദേശം 10 മണിക്കൂർ വിളിക്കും ഇത് 0 to 100% ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇതിന്റെ ചാർജിങ് റേറ്റ് നോക്കുന്നത്. നമ്മളിപ്പോൾ ഈ പവർ ബാങ്ക് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫോൺ ചാർജ് വിചാരിക്കുക. അപ്പൊ അതായത് ഇതിന് 20,000 mAh കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ ഫോണ് കപ്പാസിറ്റി ഒരു 5,000 mAh ആണെന്ന് വിചാരിക്കുക. അപ്പൊ 20,000 ബൈ 5,000 mAh. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 4. അതായത് 4 times നമുക്ക് ഇത് 0 to 100% നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. അതാണ് തിയററ്റിക്കലി പറയുന്നത്. എങ്കിലും നമ്മൾ പ്രാക്ടിക്കൽ കേസ് വരുമ്പോൾ ഇത് 20,000 mAh ആണെന്ന് പറയുന്നെങ്കിലും ഒരു 18,000 അത്ര mAh ഒക്കെ കിട്ടുള്ളൂ. കുറച്ച് ലോസ് വരും. അങ്ങനെയാണ് ശരിക്ക് ഇതിന്റെ ഇത് വരിക. ഇപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി നമ്മുടെ ഫോണിന്റെ പവർ ഒരു 4,000 mAh ആണെങ്കിൽ 20,000 ഡിവൈഡഡ് ബൈ 4,000 mAh. അപ്പൊ നമുക്ക് എത്ര കിട്ടി? ഒരു 5 times ചാർജ് ചെയ്യാം. 5 times ഫുൾ ചാർജ് ചെയ്യാൻ പറ്റിയെങ്കിലും പ്രാക്ടിക്കൽ കേസ് വരുമ്പോൾ ഒരു 4 timesഉം ഒരു 50% എന്തായാലും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ആംബ്രെയിന്റെ പവർ ബാങ്ക് ആണ്. അതായത് 20,000 mAh കപ്പാസിറ്റി ഉള്ള പവർ ബാങ്ക് ആണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ ലിഥിയം പോളിമർ ആണ്. ലിഥിയം അയണാട്ടിയും കുറച്ചുകൂടി നല്ലതാണ്, ബെറ്റർ ലാസ്റ്റ് ചെയ്യുന്നതും ഏജിങ് കൂടുതൽ കിട്ടുന്നതാണ്. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ എവരിവൺ. അടുത്ത വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ.